എപ്പോഴാണ് മഴയുണ്ടാകുന്നത് എന്ന് അല്ലാഹുവിന് മാത്രം, ഖാലിഖായ റബ്ബിന് മാത്രം പറയാൻ കഴിയുന്ന, അവന് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണ് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് സൂചിപ്പിക്കുന്നുണ്ട്. മഴ എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മനോഹരമായ ഒരു കാഴ്ചയാണ് എന്നതിനോടൊപ്പം നാം ഇപ്പോൾ മഴക്കാലത്താണ് നിൽക്കുന്നത്. തിമിർത്തു പെയ്യുന്ന മഴ, കോരിച്ചൊരിയുന്ന മഴ, മെല്ലെ മെല്ലെ ശാന്തമായി തഴുകിത്തലോടുന്ന മഴ, ഇങ്ങനെ മഴയുടെ മനോഹരമായ ഭാവങ്ങളെ നാം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ മഴക്കാലത്തേക്ക് നാം കടക്കുകയാണ്. മഴക്കാല കെടുതികൾ, മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ, ഇതുമായി ഗവൺമെന്റും സംവിധാനവും മഴയ്ക്ക് മുമ്പേ പടർന്നു പിടിക്കാനുള്ള, രോഗങ്ങളെ തടഞ്ഞു നിർത്താനുള്ള മുൻകരുതലുകൾ, നടപടികൾ ഇറക്കുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം എങ്ങനെയാണ് അവൻ മഴയെ സമീപിക്കേണ്ടത്? ഈ മഴയെക്കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മോട് എന്താണ് പറയുന്നത്? നാം അതിനെക്കുറിച്ചാണ് ഈ വെള്ളിയാഴ്ച ചർച്ച ചെയ്യുക. ആദ്യമായി അറിയുന്നത് പൊടുന്നനെ വരുന്ന മഴ, നാം ഇറങ്ങിപ്പോകുമ്പോൾ പാതിവഴിയിൽ പെയ്യുന്ന മഴ, നമ്മുടെ യാത്രയെ മുടക്കുന്ന മഴ. ആ മഴ എപ്പോഴാണ് പെയ്യുന്നത് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചില ശാസ്ത്രീയമായ സാധ്യതകളെ മുൻനിർത്തി പ്രവചിക്കുമെങ്കിലും ആ സാധ്യതകളെല്ലാം ശരിയായി കൊള്ളണമെന്നില്ല. ആ സാധ്യതകളൊക്കെ പ്രവചിക്കുന്നത് പോലെ തന്നെ സുതാര്യമാവണമെന്നില്ല. പക്ഷേ അല്ലാഹു പറയുന്നത്, മഴയെക്കുറിച്ച് ഖുർആൻ പറയുന്ന ആദ്യത്തെ കാര്യം, അത് അല്ലാഹുവിന് മാത്രം അറിയുന്ന രഹസ്യമാണ്. എപ്പോഴാണ് പെയ്യുന്നത്, എവിടെയാണ് പെയ്യുന്നത്, എത്രയാണ് പെയ്യുന്നത്, ആ പെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഏതൊക്കെയാണ്, അല്ലാഹുവിന് മാത്രം അറിയാവുന്ന ഒരു പരമരഹസ്യമായിട്ടാണ് മഴയെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറഞ്ഞു തരുന്നത്. രണ്ടാമതായി ഖുർആൻ മഴയെക്കുറിച്ച് നമ്മോട് പറയുന്നത്, ആ മഴയെ വിശുദ്ധമായ ഖുർആൻ, അതിന്റെ സിട്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഴയെ പല രീതിയിലാണ് ഉപയോഗപ്പെടുത്തുന്നത്. ചിലപ്പോൾ ആ മഴ ഒരു സമൂഹത്തിന് വിനാശകരമായ ഒരു മഴയായി പെയ്തേക്കാം. മഴ എന്ന് പറയുന്നത് വിശാലമായൊരു അർത്ഥത്തിലാണ് ഈ മഴയെ നമ്മോട് പറഞ്ഞു തരുന്നത്. ഖുർആനിലെ സൂറത്തുൽ ഹാഖയിൽ അല്ലാഹുവിനെ നിഷേധിക്കുകയും അല്ലാഹുവിനോടുള്ള ഇബാദത്തിൽ പങ്കു ചേർത്ത് ആദ്യമായി തൗഹീദിന്റെ വിശ്വാസത്തെ തകർത്ത് കളഞ്ഞ് വിഗ്രഹങ്ങളുടെ മുകളിൽ ആരാധനകൾ അർപ്പിച്ച ഒരു സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ച കഥ പറയുന്നുണ്ട്. ആ നാശനഷ്ടമുണ്ടായത് ഒരു വലിയ ജലപ്രളയത്തിലൂടെയായിരുന്നു. ആ ജലപ്രളയമുണ്ടായിരുന്നത് ഒരു ഒട്ടിക്കാരന്റെ അടുപ്പിലൂടെയായിരുന്നു. അല്ലാഹു പറയുകയാണ്, ആ റൊട്ടിക്കാരന്റെ അടുപ്പിൽ നിന്നുണ്ടായ ഒരു വലിയ ജലപ്രളയത്തിൽ ഒരു സമൂഹത്തെ അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. ഞങ്ങളെക്കാൾ ശക്തന്മാരായ ഒരാളും ഈ ലോകത്തിൽ നിന്ന് അഹങ്കരിച്ച അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ കുറിച്ച് പ്രബോധകന്മാർ പറഞ്ഞു കൊടുത്തപ്പോൾ, ഞങ്ങളാണ് നഹ്നു ഉലൂ ഖുവ്വത്തിൻ വ ഉലൂ ബഅസിൻ ശദീദ്, ഞങ്ങളാണ് ഏറ്റവും വലിയവർ എന്ന് ലോകത്ത് അഹങ്കരിച്ച ഒരു ജനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റാൻ ഉദ്ദേശിച്ചത് ഒരു മഴയിലൂടെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അവരെ ഞാൻ കൈകാര്യം ചെയ്ത രീതി, സഖറഹ അലൈഹിം സബ്അ ലയാലിൻ വ തമാനിയത അയ്യാം ഹുസൂമൻ ഫതറൽ ഖൗമ ഫീഹാ സർആ കഅന്നഹും അഅജാസു നഖിലിൻ ഹാവിയ ഫഹൽ തറാ ലഹും മിൻ ബാഖിയ. അല്ലാഹു പറയുകയാണ്, സഖറഹ അലൈഹിം, അവരുടെ മേൽ മഴ തിമിർത്തു പെയ്തു. സബ്അ ലയാലിൻ വ തമാനിയത അയ്യാം, 7 രാത്രിയും 8 പകലും നീണ്ടു നിന്ന കോരിച്ചോരി ചെയ്യുന്ന ഒരു തിമിർത്ത മഴ പെയ്തു കഴിഞ്ഞപ്പോൾ ഭൂമിയിലെ ഏറ്റവും അധികായരെന്ന് ലോകത്തോട് പറഞ്ഞിരുന്ന, ഞങ്ങളെ തകർക്കാൻ ആരുമില്ലെന്ന് വെല്ലുവിളിച്ച പടച്ചവനേക്കാൾ വലിയവരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞത്, അല്ലാഹു ആ സമൂഹത്തെ നശിപ്പിച്ചു കളഞ്ഞത് മഴ കൊണ്ടാണ്.
എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ചിലപ്പോൾ ആ മഴ നമുക്ക് വലിയ ശിക്ഷകളായി വന്നേക്കാം എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ രണ്ടാമതായി മഴയെ കുറിച്ച് പറയുന്നുണ്ട്. മഴ പല രീതിയിൽ വരാം. നമ്മൾ മഴ എന്ന് പറയുമ്പോൾ ആ മഴ എന്ന് പറയുന്നത് മലയാളത്തിലെ രണ്ടക്ഷരത്തിൽ നമുക്ക് പറയാൻ മാത്രമേ പഠിക്കൂ, മഴ. പക്ഷെ ഖുർആൻ അതിനെ പറയുന്നത് വിശാലമായ അർത്ഥത്തിലാണ്. അവിടെയാണ് നാം ഖുർആനിനെ മനസ്സിലാക്കേണ്ടത്. നമ്മൾ മഴയെ കുറിച്ച് പറഞ്ഞാൽ ഇന്ന് മഴ പെയ്തു, ഇന്നലെ മഴ പെയ്തു, നാളെ മഴ പെയ്തു എന്ന് പറയാനല്ലാതെ മലയാളത്തിന്റെ ആ രണ്ടക്ഷരത്തിന് മഴ എന്ന് പറയുന്ന പ്രകൃതിയുടെ ഒരു പ്രതിഭാസത്തെ ഒപ്പിയെടുക്കാൻ കഴിയില്ല. പക്ഷെ വിശുദ്ധമായ ഖുർആൻ മഴയെ കുറിച്ച് പറയാൻ 3 പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. 3 പദം. ഒന്ന് മത്തർ, മഴ. ഇവിടെയാണ് ഖുർആനിനെ നാം മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ കലാമിനെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ മഴയ്ക്ക് 3 പദമാണ് ഖുർആൻ ഉപയോഗിക്കുന്നത്. ഒന്ന് വാബിൽ, ഫഅസാബഹു വാബിലുൻ ഫതറകഹു സുൽദാ. ഫഅസാബഹു വാബിലുൻ, അവിടെ മഴ പെയ്തു എന്നല്ല, വലിയ കൊടും വരൾച്ചയ്ക്ക് ശേഷമുണ്ടാകുന്ന, എല്ലാ രീതിയിലും ഒരു വലിയ വരൾച്ചയ്ക്കും ക്ഷാമത്തിനും ശേഷമുണ്ടാകുന്ന പുതുമഴയ്ക്കാണ് വാബിൽ എന്ന് പറയുന്നത്. ആ മഴ ചിലപ്പോൾ തിമിർത്ത് പെയ്തേക്കാം, അതിന് പറയുന്ന പേര് വാബിൽ എന്നാണ്. രണ്ടാമത് മഴയെ കുറിച്ച് ഖുർആൻ പറയുന്ന ഒരു പദം അല്ലദീ യുനസ്സിലുൽ ഗൈസ്. ഗൈസ് എന്നാണ്. ഗൈസ് എന്ന് പറഞ്ഞാൽ മഴ പെയ്ത് ആ വെള്ളം ഭൂമി ആഗിരണം ചെയ്ത് അതിൽ നിന്ന് സസ്യങ്ങൾ മുളയ്ക്കാൻ പാകത്തിലുള്ള മഴയ്ക്കാണ് ഗൈസ് എന്ന് പറയുന്നത്. മൂന്നാമത് ഖുർആൻ ഉപയോഗിക്കുന്ന പദം മത്തർ എന്നാണ്. പേമാരി എന്ന് പറയും പോലെ ആ മഴ കോരിച്ചൊരിയുന്ന മഴയാണ്. നമ്മൾ പറയുന്നത് പോലെ ആ മഴ പെയ്താൽ ഇതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല, കാച്ചിലും ചേനയും ചേമ്പും ഒന്നും മുളയ്ക്കാൻ പാകുന്ന രീതിയിൽ ആ മഴവെള്ളം താഴെ എഴുതിയിട്ടില്ല. പടച്ചവന്റെ കലാമിനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മഴയെ കുറിച്ച് പറയാൻ മാത്രം 3 പ്രയോഗങ്ങളാണ്. ആ മഴ എന്ന 3 പ്രയോഗങ്ങളിൽ ആ മഴ ഭൂമിയോട് കാണിക്കുന്ന പ്രകൃതിയിലുണ്ടാകുന്ന അനുഭവങ്ങളെ, മാറ്റങ്ങളെ, മനുഷ്യൻ അത് സ്വീകരിക്കുന്നതിനെ മുഴുവനും ആ പ്രയോഗത്തിലുണ്ട്. അള്ളാഹു അവന്റെ ഖുർആനിനെ പഠിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭാഷ പഠിക്കുന്ന ഏതൊരാൾക്കും ഒരു റഫറൻസ് ഗ്രന്ഥമായി ഖുർആനിനെ ഉപയോഗിക്കാൻ കഴിയും. മൂന്നാമതായി അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത്, ഈ മഴയെ കുറിച്ച് ഖുർആൻ പ്രയോഗിക്കുന്നത് ഭൗതികമായ ജീവിതത്തിന്റെ നിസ്സാരതയെ അള്ളാഹു നമ്മളോട് പറയുന്നത് മഴയെ കുറിച്ച് പറഞ്ഞിട്ടാണ്. ഇന്നമാ മതലുൽ ഹയാത്തി ദുനിയാ കമാഇൻ അൻസൽനാഹു മിനസ് സമാഇ ഫഖ്തലത ബിഹി നബാതുൽ അർളി മിമ്മാ يأكل الناس والأنعام حتى إذا أخذت الأرض زخرفها وزينت وظن أهلها أنهم قادرون عليها أتاها أمرنا ليلا أو نهارا فجعلناها حصيدا كأن لم تغن بالأمس إنما مثل الحياة الدنيا. നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും വിഭവങ്ങളും ചേർന്ന് നിൽക്കുന്ന, കാലാകാലം വസിക്കുമെന്ന് നിങ്ങൾ വ്യാമോഹിക്കുന്ന ഈ ഭൗതികമായ ജീവിതത്തിന്റെ ഉപമ കമത്തലി ഗൈഥിൻ, ഒരു മഴയെ പോലെയാണ്. ഈ ഭൗതിക ജീവിതത്തിന്റെ നിസ്സാരതയെ, ഇതിന്റെ ക്ഷണികതയെ പറയാൻ അള്ളാഹു പറയുന്നത് മഴ പെയ്യുന്നത് നോക്കുന്നില്ല എന്നാണ്. നമ്മൾ മഴ പെയ്യുന്നത് നോക്കുന്നത് എപ്പോഴാണ്? വല്ലാതെ മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോ, സങ്കടമുണ്ടാകുമ്പോ, സുന്ദരമായ കോടമഞ്ഞിങ്ങനെ പെയ്തിറങ്ങുന്ന മൂന്നാറിലോ കുട്ടിക്കാനത്തോ അവിടെ പോയിരുന്ന് റിസോർട്ടിൽ റൂമെടുത്ത് വൈകുന്നേരമായി കഴിയുമ്പോൾ സുന്ദരി പെണ്ണിന്റെ കാലിൽ കിടക്കുന്ന വെള്ളിക്കൊലുസ് പോലെ തടം തല്ലിയാത്തൊടുക്കുന്ന തടാകത്തിന്റെ താഴ്വാരത്ത് ഇങ്ങനെ ചെറിയ ഇളം നെല്ലിക്കാടുകളുടെ ഇടയിലൂടെ പടന്നൊടുക്കുന്ന മഴയെ നോക്കിയിട്ട് കേരളത്തിൽ
മലയാളത്തിന്റെ പ്രസിദ്ധനായ സംഗീത സംവിധായകന്റെ നേർത്ത ഒരു സംഗീതവും കയ്യിലൊരു കട്ടൻ ചായയും പെയ്തിറങ്ങുന്ന ഈ മഴത്തുള്ളികളുടെ നിർമ്മലമായ ശബ്ദവും കണ്ട് മനസ്സിനെ ഇങ്ങനെ ആസ്വദിക്കാനല്ല. അള്ളാഹു പറയുന്നത്, വീടിന്റെ കോലായിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ മഴ പെയ്യുന്നത് കണ്ടിട്ടില്ലേ? ആ മഴ താഴോട്ട് വന്ന് വീഴുമ്പോൾ നിങ്ങൾ ആ സമയത്ത് നിങ്ങളുടെ ദുനിയാവിനെ കുറിച്ച് ഓർക്കണം, നിങ്ങളുടെ ഈ ജീവിതത്തെ കുറിച്ച് ഓർക്കണം. കാരണം നിങ്ങളുടെ ജീവിതം ഒരു മഴ പോലെയാണ്. അൻസൽനാഹു മിനസ് സമാ, ആ മഴത്തുള്ളി ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വീണു. എത്ര മനോഹരമായിട്ടാണ് ഖുർആൻ പറയുന്നത്. ആ ആകാശത്ത് നിന്ന് വന്ന മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് വീണ് ഭൂമിയിലെ മണ്ണുമായി അത് കൂടിച്ചേർന്ന് നനഞ്ഞ് അതിൽ നിന്ന് സസ്യലതാദികൾ പൊട്ടിമുളച്ചു. ആ പൊട്ടിമുളച്ചതിൽ മനുഷ്യൻ തിന്നുന്ന നെല്ലുകളുണ്ട്, അവന്റെ ആഹാരമുണ്ട്. ആൽക്കാലികളുടെ ഭക്ഷണമായി ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ സസ്യങ്ങളും പുല്ലുകളുമുണ്ട്. വയലേലകളിൽ ഇങ്ങനെ കതിർക്കുലകൾ തിളങ്ങിയാടി രാഗം മുഴുവനും പച്ചപ്പിലായി. അള്ളാഹു പറയുകയാണ്, ഭൂമി അതിന്റെ പച്ചപ്പിനെ വാരിയെടുത്തപ്പോൾ, പച്ചപ്പിനെ വാരി ഇങ്ങനെ എടുത്തു. നമ്മൾ MC റോഡിലൂടെ യാത്ര ചെയ്ത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് പോയാൽ ഇടതുഭാഗത്തും വലതുഭാഗത്തും ഇടതുഭാഗത്തുമായി ഇങ്ങനെ നോക്കത്താ ദൂരത്തോളം കുട്ടനാടിന്റെ മണ്ണിൽ ഇങ്ങനെ നെല്ലുകൾ ഇങ്ങനെ കുലച്ച് കതിര് കുലച്ച് ഇങ്ങനെ മെല്ലെ മന്ദമാരുതന്റെ തലോടലേറ്റ് ആടുന്നത് കാണാം. അള്ളാഹു പറയാണ്, ഒരു മഴ പെയ്തപ്പോ വയലേലകളെല്ലാം കുലച്ചു, നെൽക്കതിർ മണികൾ ഇങ്ങനെ ആടി. നാളെ കൊയ്യാൻ ഭാഗത്തിൽ ആ കൃഷികൾ മുഴുവനും നന്നായി പച്ച പുതച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് അള്ളാഹു പറയുകയാണ്, കൃഷിക്കാരൻ അന്ന് സായാഹ്നത്തിൽ വന്ന് നിൽക്കുമ്പോ നാളെ രാവിലെ ഇതെല്ലാം കൊയ്യണം, നെന്മടികളെല്ലാം പെയ്തെടുക്കണം, അത് പിന്നീട് അരിയാക്കി മാറ്റി ചന്തയിൽ കൊണ്ടുപോയി വിൽക്കണം, അതിൽ നിന്ന് കിട്ടുന്ന സമ്പത്ത് കൊണ്ട് എന്റെ മകളുടെ കല്യാണം നടത്തണം, എന്റെ വീട് നന്നാക്കണം, ഒരു വർഷത്തെ എന്റെ കൃഷിയുടെ അധ്വാനത്തിന്റെ ബലം കൊണ്ട് എന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റണമെന്ന് തലേ ദിവസം സായാഹ്നത്തിൽ അവൻ സ്വപ്നങ്ങൾ കണ്ട് നാളെ ഈ വയല് കൊയ്ത് കിട്ടുന്നത് കൊണ്ട് താൻ അനുഭവിക്കാൻ പോകുന്ന സൗഭാഗ്യത്തിന്റെ സ്വപ്നങ്ങളൊക്കെ കണ്ട് അവൻ രാത്രിയിൽ പോയി കിടന്നുറങ്ങി. അപ്പോഴാണ് അള്ളാഹു പറയുന്നത്, നിങ്ങൾ വളരെ മനോഹരമായിട്ട് ആ ചിത്രത്തെ ഒന്ന് മനസ്സിലോട്ട് കൊണ്ടുവരി. നിങ്ങൾ അതിന്റെ ഒരു പിക്ചറൈസേഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ. നമ്മൾ ഉണ്ടാക്കിയ ഒരു വലിയ നെൽ വയൽ, അതല്ലെങ്കിൽ ഒരു തേയിലത്തോട്ടം, നാളെ അത് കൊയ്യുകയാണ്. നാളെയാണ് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നത്, നാളെയാണ് നാം കണ്ട ലക്ഷ്യം പൂർത്തീകരിക്കുന്നത്. അന്ന് രാത്രി ആ കൃഷിക്കാരൻ എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവും, അന്ന് രാത്രി അവൻ ഉറങ്ങുമ്പോൾ എന്തൊക്കെ മനസ്സിൽ അവൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അള്ളാഹു പറയുകയാണ്, അന്ന് രാത്രി നാളത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യത്തിന്റെ സ്വപ്നവും കണ്ട് അവൻ ഉറങ്ങുന്ന നേരം അന്ന് രാത്രിയിലോ പകലിലോ ഈ എന്റെ കൽപ്പന ഞാൻ പുറപ്പെടുവിച്ചപ്പോൾ അന്ന് രാവിലോ പകലിലോ എന്റെ കൽപ്പന ഞാൻ പുറപ്പെടുവിച്ചപ്പോൾ അന്ന് രാത്രിയിൽ മഴ തിമിർത്ത് പെയ്തപ്പോ അന്ന് ആ മഴ തിമിർത്ത് പെയ്ത മഴയുടെ ഉള്ളിൽ അന്ന് രാത്രിയിൽ ഭൂമി ഒന്ന് സംഹാര താണ്ഡവമാടിയപ്പോ ഇളകിയാടുന്ന ഭൂമിക്കിടയിൽ നിന്ന് പുറത്തോട്ട് വന്ന ഈ ജലത്തിന്റെ ഭൂമി കുലുക്കമുണ്ടായപ്പോ, ജലപ്രളയം വന്നപ്പോ, ഉരുൾപൊട്ടൽ വന്നപ്പോ, രാവിലെ സുബൈ കഴിഞ്ഞ് കൃഷിക്കാരൻ വന്നു നോക്കുമ്പോ അതിനെ മുഴുവന് ഞാൻ തകരത്തെ തരിപ്പണമായി പോയി. ഇന്നലെ അങ്ങനെ ഒരു പാടം അവിടെ ഉണ്ടെന്നോ, അങ്ങനെ ഒരു ഭൂമി അവിടെ ഉണ്ടെന്നോ, അങ്ങനെ ഒരു കൃഷി എവിടെ ഉണ്ടെന്നോ പറയാൻ കഴിയാത്ത വിധം അതിനെ ഞാൻ തകരത്തത് തരിപ്പണമായെന്ന് വിശുദ്ധ ഖുർആൻ. രാത്രിയിൽ അള്ളാഹുവിന്റെ തീരുമാനം വന്നു. സഹോദരങ്ങളെ, കഴിഞ്ഞ പേമാരിക്കാലത്തെ പുത്തുമലയും കഴിഞ്ഞ പേമാരിക്കാലത്തെ ആ
വയനാടിലെ ഉരുൾപൊട്ടൽ നിങ്ങളുടെ മനസ്സിലൊന്ന് വന്നു നോക്കി. വയനാടൻ മലനിരകളിൽ രാവിലെ എഴുന്നേറ്റ് പോയാൽ വിനോദസഞ്ചാരികളുടെ ഹൃദയത്തെ കീഴടക്കിയ മഞ്ഞുതുള്ളികൾ തേയിലക്കാട്ടുകളിലെ കുഞ്ഞു ഇലകളോട് പ്രണയം പറഞ്ഞ മനോഹരമായ തേയിലക്കാടുകൾ. ആ തേയിലക്കാടുകളുടെ സായാഹ്നം മനോഹരമാണ്. രാത്രിയിൽ അവരവിടെ കിടന്നുറങ്ങുന്ന നേരത്ത് ഭൂമി ഒന്ന് ഉറഞ്ഞു തുള്ളിയപ്പോ, ഭൂമി ഒന്ന് പിളർന്നു മാറിയപ്പോൾ, അതിൽ നിന്ന് അല്ലാഹുവിന്റെ കൽപ്പന വന്നപ്പോൾ തകർന്ന് തരിപ്പണമായി പോയത് ഏതാണ്ട് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂൾ. രാവിലെ വന്ന് നോക്കുമ്പോൾ ആ സ്കൂൾ അവിടെ ഇല്ല. ഇന്നലെ അതവിടെ ഇല്ലാത്തതുപോലെ. എത്ര മനോഹരമായിട്ടാണ് ഖുർആൻ പറയുന്നത്. എല്ലാം തകർന്ന് തരിപ്പണമാകുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജീവിതത്തിന്റെ രണ്ടറ്റം തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെട്ട് വൈകുന്നേരം വന്ന തന്റെ ഭർത്താവിന് ഭക്ഷണം കൊടുത്ത് രാത്രിയിൽ അവിടെ കിടന്നുറങ്ങുന്ന നേരം ആ ഭാര്യയും ഭർത്താവും നാളത്തെ തന്റെ മക്കളുടെ ഭാവിയെ കുറിച്ച് പറയുന്ന നേരം, തങ്ങളുടെ നാളത്തെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞ് രണ്ടുപേരും ഒരുമിച്ച് കിടന്നുറങ്ങുമ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ എവിടെയോ പടച്ചവന്റെ തീരുമാനം വന്നപ്പോൾ പിന്നീട് രാവിലെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ പിന്നെ ആ ഭാര്യയെ ഭർത്താവ് കണ്ടിട്ടില്ല, ഭർത്താവ് ഭാര്യയെ കണ്ടിട്ടില്ല. വയനാട്ടിലെ ആ തേയിലക്കാടുകളുടെ ഇടയിൽ ഇപ്പോഴും കൈകളിൽ തിരിച്ചു കിട്ടിയ ബാക്കി അസ്ഥിയും പിടിച്ച് എന്റെ പ്രാണപ്രയസി എവിടെയെന്ന് അന്വേഷിച്ച് നടക്കുന്ന ഭർത്താക്കന്മാർ ഇപ്പോഴുമുണ്ട്. പലരുടെയും മയ്യത്തുകൾ പോലും കിട്ടിയിട്ടില്ല. അള്ളാഹു അവർക്കെല്ലാം പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, അവരെ അള്ളാഹു പരലോകത്തൊരുമിക്കട്ടെ, അള്ളാഹു പരലോകത്തൊരുമിച്ചു കൂട്ടട്ടെ. കൂടെ കാടാലിങ്ങനെ ബദ്ധയായി തന്റെ കൂടെ കിടന്ന ഭാര്യയെ കാണാൻ കഴിയാതെ രാവിലെ എഴുന്നേൽക്കുന്ന ഭർത്താവ് ജലപ്രളയത്തിൽപ്പെട്ട് എഴുന്നേറ്റ് നോക്കുമ്പോൾ ഭാര്യയെ കാണാനില്ല, മക്കളെ കാണാനില്ല. അവരുടെ ചെരുപ്പും കയ്യിൽ പിടിച്ച് മക്കളുടെ മയ്യത്ത് പോലും നിസ്കരിക്കാൻ മയ്യത്ത് എവിടെയെന്ന് പോലും അറിയാതെ പുതഞ്ഞു പോയ മൃതദേഹങ്ങളുണ്ട്. ഇവിടെയാണ് ഒരു മുഅ്മിൻ വ്യതിരിക്തനാകുന്നത്. നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ആ ഭാര്യയെ ഭർത്താവ് കാണില്ല? ജലപ്രളയത്തിൽ ഒലിച്ചുപോയി മയ്യത്ത് പോലും കിട്ടാതെ മണ്ണിൽ പുതഞ്ഞുപോയ ജീവിതത്തിന്റെ നല്ല ഭാവി ആ ഭാര്യയെ ഒരിക്കലും ആ ഭർത്താവ് കണ്ടുമുട്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ ഇതൊരു വിധിയുടെ ക്രൂരതയല്ലേ? ഇവിടെയാണ് വിശ്വാസിയുടെ വിശ്വാസം ഇല്ല. വയനാട്ടിലെ തേയിലക്കാടുകളുടെ ഇടയിൽ നഷ്ടപ്പെട്ടു പോയ എന്റെ ഭാര്യയെ ഫയർഫോഴ്സിനും കേന്ദ്രസേനയ്ക്കും കണ്ടെടുത്ത് എനിക്ക് തരാൻ കഴിഞ്ഞില്ലെങ്കിലും അതിനെ എനിക്ക് തിരിച്ചു തരുന്ന ഒരു റബ്ബുണ്ട്. അവരും അവരുടെ ഇണകളും നാളെ സ്വർണ്ണ നൂലുകൾ കൊണ്ട് നെയ്തുണ്ടാക്കപ്പെട്ട സ്വർണ്ണക്കട്ടിലിൽ ചാരിയിരിക്കും. ഈ ഭൂമിയിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചതുപോലെ ആ ഭാര്യയും ഭർത്താവ് സ്വർഗത്തിലിരുന്ന് ഭക്ഷണം കഴിക്കും.